ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ലഭിച്ച അവസരം സന്തോഷത്തോട് ഉപയോഗിക്കുമ്പോൾ വചനം പറയാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് ഒരു വാക്യം വായിച്ച് അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു സക്കായിയോട് വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സക്കായിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. സൺഡേ സ്കൂൾ മുതൽ പഠിച്ചിട്ടുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനഃപ്പാടമാണ്. വെല്ലുമിച്ചിമാർ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ബൈബിൾ കഥകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആർത്തിയോടെ മുമ്പോട്ട് ഓടി. പുരുഷാരം നിമിത്തം തനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ട് കാണാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒന്നാമത്തൊരു കാര്യം പറയാം, നമ്മുടെ അകത്ത് ആത്മീകത്തിനുള്ള ആവേശം. ഞാൻ ആ വാചകം ഒന്നോട് പറയുകയാണ്. യേശുക്രിസ്തുവിനെ കാണുവാൻ എന്നത് അന്നത്തെ കാലത്തൊരു സാങ്കേതികമായ സാധാരണ കാര്യം. എന്നാൽ ആ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് ആത്മീകത്തിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായിയെ പോലെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ, ദൈവസന്നിധിയിലേക്കൊന്ന് വരാൻ, ദൈവമക്കളുടെ കൂടെ ഒന്ന് ഒന്നിച്ച് ആരാധിക്കാൻ, മഹാദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, ദൈവത്തെ ഒന്ന് പുകഴ്ത്താൻ, ആത്മസാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ, അതിനു വേണ്ടി ഇതുപോലെ വെപ്രാളം കാണിക്കുന്ന, ആർത്തി കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ദൈവം പരിഗണിക്കാതിരിക്കുമോ? കർത്താവ് പരിഗണിക്കും. മറ്റാരെ കണ്ടില്ലെങ്കിലും അവരെ ദൈവം കാണും. പ്രിയരെ, ഞാനൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ ആളുകളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും വചനത്തിൽ നിന്നും പഠിച്ച പാഠം, ആരെങ്കിലും ആത്മീക കാര്യത്തിന് തീവ്രമായ താല്പര്യം കാണിച്ചാൽ അവരെ അവഗണിക്കുന്ന ദൈവമല്ല, പരിഗണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്താണെങ്കിലും സക്കായി ഇരുന്ന അത്തിയുടെ ചോട്ടിൽ വന്നിട്ട് യേശു മുകളിലേക്ക് നോക്കി. കർത്താവ് സക്കായി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിളിച്ചു പറയുന്നത്. എന്താണ് വിളിച്ചു പറഞ്ഞത്? കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചുള്ളൂ, അത്രേ ആഗ്രഹമുള്ളൂ. പക്ഷേ യേശു പറഞ്ഞത്, ഞാൻ നിൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്നൊരു റിക്വസ്റ്റ് അല്ല, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണെന്ന് ഒരു വെറും പറച്ചിലുമല്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹോം ടുഡേ. ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ടത് ഐ മസ്റ്റ്, അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അതെന്താ? ഹോട്ടലും ലോഡ്ജും ഒന്നും ഇല്ലാത്ത കാലത്ത് നടന്ന് തളർന്ന് രാത്രി ഉറങ്ങാനൊന്നും യാതൊരു നിർവാഹവും ഇല്ലാത്ത ഒരു വീട്ടിൽ ചെന്ന് വേറെ വഴിയില്ല, ഞാൻ ഇന്നിവിടെ പാർക്കുക എന്ന് പറയുന്ന ലാഘവത്തിലാണോ യേശു പറയുന്നത്? ഞാൻ ആ ഭാഗം സൂക്ഷിച്ച് പരിശോധിച്ചു. എൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇത് യേശുവിൻ്റെ ഒരാവശ്യമല്ല. ഏത്? ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹോം. ഞാൻ നിർബന്ധമായും താമസിക്കേണ്ടത് എൻ്റെ ഒരാവശ്യമല്ല. പിന്നെ നിൻ്റെ വീടിൻ്റെ ആവശ്യമാണ് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടത്. ഞാൻ ഈ വാക്കിനെ നേരെ പറിച്ചെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ന് ടുഡേ എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന്, ഇത് കേൾക്കുന്ന ഇന്ന്
കർത്താവ് നിങ്ങളുടെ വീട്ടിൽ പാർക്കേണ്ടത് ഒരത്യാവശ്യ ഘടകമാണോ? അല്ല, ഒന്നിരുത്തി ചിന്തിച്ചേ. ഇപ്പോൾ കർത്താവ് ഒന്നും ഇല്ലെങ്കിലും, ഒരാഴ്ച വന്നില്ലെങ്കിലും, ഒരു കൊല്ലം വന്നില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നൊരു മനോഭാവമാണോ? ഞാൻ പറയുന്നത് കാശില്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് അരിമേടിക്കാൻ നിവൃത്തിയില്ലാത്തതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യേശു നമ്മുടെ വീട്ടിൽ പാർക്കേണ്ടത്, കർത്താവ് നമ്മുടെ വീട്ടിൽ വരേണ്ടത് ഒരനിവാര്യമായ കാര്യമാണോ? അത്യാവശ്യമായ കാര്യമാണോ? ഞാൻ അവിടെയൊക്കെ പരിശോധിച്ചു, അവിടെയൊക്കെ ശ്രദ്ധിച്ചു. എന്താണ് ഇത്ര കാര്യം? ടാക്സ് കളക്ടറാണ്, ഇഷ്ടംപോലെ കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, പരിവാരങ്ങളുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്. പിന്നെ എന്താണ് യേശു ഇന്ന് ഈ വീട്ടിൽ ഐ മസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിൽ നിർബന്ധിതനാകുന്നത്? പ്രിയരെ, അവിടെ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഞാൻ നിങ്ങളോട് പറയാം, അവിടെ വന്നിരിക്കുന്നത് ബുദ്ധിമുട്ട് മാറിയതോ രോഗം മാറിയതോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഞെരുക്കം മാറിയതല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പ്രൊട്ടക്ഷൻ രക്ഷയ്ക്കകത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്നിടത്തായിരിക്കുകയല്ല പ്രശ്നങ്ങൾ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. ഒന്ന്, നമ്മുടെ ഭാഗത്തു നിന്ന് കർത്താവ് നമുക്കൊരു അവസരം തരിക. ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടത് അത്യാവശ്യമാണോ? ഞാൻ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. കർത്താവ് വന്നിട്ട് ചോദിക്കുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടത് ഒരത്യാവശ്യ കാര്യമാണോ? എന്ത് മറുപടി പറയും? ഇപ്പം എല്ലാം ഉള്ളതുകൊണ്ട്, തൃപ്തി ഉള്ളതുകൊണ്ടല്ല. കർത്താവേ, എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ സക്കായി അല്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കാതെ പോയ, ഒത്തിരി വിഷമങ്ങളിൽ കൂടെ കയറി ഇറങ്ങിയിട്ടും നിറവേറാതെ പോയ ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിൽ അങ്ങ് പാർക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ദൈവത്തോട് പറയാൻ നമ്മൾ മനസ്സിലായാൽ, നമുക്കത് പിടികിട്ടിയാൽ, നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, കർത്താവ് നമ്മുടെ കൂടെ പാർക്കാൻ വരും. ആ ഒരു രാത്രി എന്ന് ഞാൻ വിചാരിക്കുന്നു യേശു ആ വീട്ടിൽ പാർത്തു. ആ വീടിന് രക്ഷ വന്നു. അവിടുത്തെ ആളുകൾക്ക് മാറ്റം വന്നു. അതെങ്ങനെ ഞാൻ അറിഞ്ഞു? സക്കായിയുടെ വാക്കും പ്രവൃത്തിയും വന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. ആ വീട്ടിൽ സക്കായിക്ക് മാത്രമല്ല, സക്കായിക്ക് ഇത്രയും മാറ്റം വന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാറ്റം വരാതിരിക്കുമോ? മാറ്റം വന്നു. പ്രിയരെ, നിങ്ങളുടെ വീട്ടിൽ മാറ്റം വരാൻ, മാനസാന്തരപ്പെടാൻ, സ്വഭാവം മാറാൻ, കുറച്ചുകൂടെ സോഫ്റ്റാകാൻ, കുറച്ചുകൂടെ ക്രുക്കഡ് മൈൻഡ് മാറാൻ, സ്നേഹമുള്ളവരാകാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ? ഒരു കൗൺസിലറുടെ അടുക്ക് കൊണ്ടുപോവാണോ? മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്ക് കൊണ്ടുപോവാണോ? ഞങ്ങളെപ്പോഴത്തെ ഒരു ദൈവദാസൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയാണോ? അതിനേക്കാളൊക്കെ ബെസ്റ്റ് കർത്താവ് വീട്ടിൽ പാർക്കാൻ മനസ്സ് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മാറില്ലേ? ആളുകളെ മാറ്റാൻ യേശു കൂടെ ഉള്ളതാണ് നല്ലത്. നിങ്ങളുടെ കുഞ്ഞിന്, നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു വലിയ മാറ്റം, അതിനൊക്കെ ഈ രക്ഷ എന്ന് പറയുന്നത്. നിത്യതയിലെത്തുന്നത് അതിൻ്റെ അൾട്ടിമേറ്റാണ്. എന്നാൽ ഞാൻ സമാധാനമില്ലാതെ മദ്യപാനിയായ ഒരാളുടെ കൂടെ, വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരനായ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളുടെ കൂടെ, അങ്ങനെയുള്ളവരുടെ നടുവിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, യേശു വന്നാൽ ആളുകൾക്ക് മാറ്റം വരും, വീടിന് മാറ്റം വരും. ചോദ്യം ഒന്നോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പാർത്തോട്ടെ എന്നല്ല, പാർക്കേണ്ടതാകുന്നു. ദൈവത്തോട് പറയാമോ? തീർച്ചയായിട്ടും അങ്ങൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്, എങ്കിലേ ശരിയാവത്തുള്ളൂ എന്ന് പറയാൻ മനസ്സ് വെച്ചാൽ ദൈവം അത് നിവർത്തിക്കും. ഞാനിനി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വിട്ടുതരുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ പാർക്കണോ വേണ്ടയോ തീരുമാനിക്കേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. മനോഹരമായ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സക്കായിയെ വിളിച്ചിറക്കിയിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടത് ആവശ്യമാകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് കർത്താവ് പറഞ്ഞല്ലോ, അതിനായി സ്തോത്രം. പിന്നെയും ദൈവം അനുഗ്രഹിക്കണേ. ഇത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങ് കൂടെ പാർക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ കൂടെ പാർക്കണേ, മഹത്വം എടുക്കണേ, കൃപ കൊണ്ട് നിറയ്ക്കണേ, മാനിക്കണേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ.